ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ എന്താണ് ചാക്കിനകത്തിറക്കിയിരുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ തയ്യൽ മെഷീനാണ് കേട്ടോ. എൻ്റെ തയ്യൽ മെഷീൻ കംപ്ലൈൻ്റ് ആയി, തയ്ച്ചുകൊണ്ടിരിക്കാൻ അതിൻ്റെ സൂചി ഒടിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി, അങ്ങനെ പിന്നെ ജാമായിപ്പോയി. അങ്ങനെ ഞങ്ങളെ രീതിയിലൊന്ന് നോക്കി, പക്ഷെ അത് ശരിയായില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും കുളമാക്കണ്ട, നേരെ സർവീസ് ചെയ്ത കടയിൽ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സർവീസ് ചെയ്ത കടയിൽ വന്നതാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ആ അണ്ണൻ പറഞ്ഞ് അവിടെ വെച്ചേരെ, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി ഇട്ട് ശേഷം ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അന്നേരം വിചാരിച്ചു എന്തിനാ അത്രയും നേരം അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. കൊല്ലം വരെയാണ് നമ്മൾ പോയത്, കൊല്ലത്ത് നിന്ന് നേരെ പള്ളിമുക്കിലോട്ട് വരണ്ടേ. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അണ്ണൻ പറയുന്നു ശരിയാക്കി കഴിഞ്ഞ് വന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പോയി പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാം, പിന്നെ നമുക്ക് വേറൊരിടത്തും പോകണം. അപ്പോൾ പിള്ളേരെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയാൽ ശരിയാവത്തില്ല കേട്ടോ. കാരണം നീ ഇരുത്തിയാൽ ചിലപ്പോൾ അവർ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഒപ്പിക്കും. അങ്ങനെ വിചാരിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ എൻ്റെ അനിയത്തിയും പിള്ളേരൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പിള്ളേരും കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് സ്നാക്സൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ. കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അവർക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ എൻ്റെ മച്ചാൻ എനിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പള്ളിമുക്കിൽ ജംഗ്ഷനിലുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ഇക്കാടെ കൂട്ടുകാരൻ്റെ കടയാണ്. അപ്പം നമ്മളവിടെ വന്നത് ഹോൾസെയിൽ കടയാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വേറൊരു കടയിലൊക്കെ കൊണ്ടുവന്ന കടയാണിത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് ചെന്നു. എൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനങ്ങ് മറന്നു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതെ അങ്ങനെ അതാണ്ട് എൻ്റെ മക്കളെയൊക്കെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കാതെ ഫുഡൊക്കെ ചോറൊക്കെ കഴിക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നമ്മളെ മിഷ്യൻ കടയിലോട്ട് വന്നിട്ടത് നമ്മൾ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില്ലേ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ നമ്മൾക്ക് ശരിയാക്കാൻ കൊടുക്കും. അത് ഇളക്കല്ലേ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അങ്ങോട്ടങ്ങ് പിടിച്ചാൽ ചിലപ്പോൾ സൂചി ഉണ്ടായ. അപ്പോൾ അണ്ണൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുവാണ്, നീ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി, വീലിൻ്റെ ഭാഗം ഫ്രണ്ടിലോട്ട് കറക്കാതെ ബാക്കിലോട്ട് അങ്ങ് കറക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അല്ലാതെ വേറെ ഒരു പണി ഇതിനകത്ത് ചെയ്യരുത്, നേരെ ഇനി കൊണ്ടുവരണോ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇക്ക് പറഞ്ഞൊരു കാര്യം ചെയ്യും, മെഷീൻ ഇതെടുത്ത് മെഷീൻ എടുത്ത് അകത്ത് വെക്ക്, പുറത്ത് വെക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എടുത്തത് അകത്ത് വെക്കുകയാണ് കേട്ടോ. ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് അകത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ നീ അകത്ത് വെച്ചു. അതിനുശേഷം നീ നമുക്ക് നേരെ കൊട്ടിയത്ത് പോകണം. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വിശപ്പുണ്ട് കേട്ടോ. ഇക്കാലത്ത് നമ്മൾ നല്ല വിശക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ പറഞ്ഞു വാ എന്തായാലും ഇറങ്ങി നമുക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പള്ളിമുക്ക് കഴിഞ്ഞ് പഴയാറ്റുംകുഴിയാണല്ലോ അടുത്ത ജംഗ്ഷൻ. അവിടെ ഒരു റോഡ് സൈഡിലൊരുക്കെ ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഇക്കായി കണ്ടു. അപ്പോൾ ഞങ്ങൾ വെച്ചെങ്കിൽ ഇവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ. അന്നേരം ഇക്ക എന്നോട് പറയുന്നത് ഈ ഇക്കായി നിനക്ക് അറിയാവോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അറിയത്തില്ല, ഇത് നമ്മളുടെ ഒരു ഫേമസ് ആയിട്ട് ഇക്കാണ്, നമ്മുടെ ഇവിടുത്തെ ജ്യൂസൊക്കെ ഒരുപാട് ഫേമസ് ആണ്, ഇവിടെ ഒരുപാട് ചാനലുകാർ വന്ന് ഇക്കായ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് ഞാനും ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചപ്പം കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവും പുളിയും മധുരം എല്ലാം കൂടെ മിക്സ് ആക്കിയ ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ കൊട്ടിയത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മേവറത്താണ് കേട്ടോ. മേവറം ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മേവറവും ഉമയനെല്ലൂരൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് ആ റോഡൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. കാരണം നമ്മുടെ റോഡ് പണി നടക്കുന്ന കാരണം എല്ലാ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കൊട്ടിയം മേവറം തൊട്ടക്ക് അങ്ങോട്ടുള്ള റോഡുകളെല്ലാം നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമൊക്കെ നമ്മളുടെ ഈ നാട്ടിലോട്ടൊക്കെ വരുന്നവർക്കൊന്നും പെട്ടെന്നൊന്നും നമ്മൾ ഈ റോഡ് കണ്ട മേവറം ഉമയനെല്ലൂരൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഉമയനെല്ലൂർ ഭാഗമാണ് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങളങ്ങനെ കൊട്ടിയത്തോട്ട് പോകും. കൊട്ടിയത്തൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ് കൊട്ടിയം ഭാഗത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ സിംലയിലെത്തി. നമ്മൾ കൊട്ടിയം സിംലയിലാണ് ചെറിയ രീതിയിൽ പർച്ചേസിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്ക പാർക്കിങ്ങിനായിട്ട് പോയത് കാരണം ഞാൻ അവിടെ വെളിയിൽ അങ്ങനെ ഇക്ക വന്നതിന് ശേഷമാണ് ഞാൻ അകത്തോട്ട് കയറിയത്. അപ്പം നല്ല രീതിയിൽ അവിടെ തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ
ഫസ്റ്റ് ഫ്ലോറിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളകത്തോട്ട്. അപ്പം എന്താ അവിടെ സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ആടി സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആടി സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ചുരിദാർ പീസല്ല, ചുരിദാറും കാര്യങ്ങൾ, ലെഗിൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മിതമായ വിലയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു ചുരിദാറും കൊണ്ട് ഞങ്ങളിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലിട്ട് പെട്ടെന്ന് നിൽക്കുക പറഞ്ഞാൽ അവിടെ നിന്നാൽ നീ ശരിയാകത്തില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു നല്ലൊരു ചുരിദാർ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 പീസിൻ്റെ ഒരു ചുരിദാറായിരുന്നു. അതെടുത്ത് ബില്ലും അടിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിഞ്ഞ് വന്നു കേട്ടോ. വന്ന് കൊട്ടിയം ജംഗ്ഷനിൽ നിൽക്കുവാണ് ഞങ്ങൾ. കൊട്ടിയം ജംഗ്ഷൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവിടെ എപ്പോഴും തിരക്ക് തന്നെ, ബ്ലോക്കും കാര്യങ്ങളും തന്നെയാണ് അവിടെ. പിന്നെ കുറേ നേരം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വിശക്കുകയും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വിശക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിമ്മിലേ വന്നു കഴിഞ്ഞ് സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. കാരണം നമുക്ക് മേടിക്കാനുള്ള ഐറ്റംസ് എല്ലാം അവിടെ തന്നെ കാണും. പുറത്ത് നമ്മൾ വേറൊരു കടയിൽ പോവേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അവിടെ ചെല്ലുന്നത് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും നമ്മൾ അവിടെ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് തയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ കൂടുതൽ അവിടെ നിന്ന് തന്നെ അങ്ങ് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാണ്ട ഒരുവിധം രക്ഷപ്പെട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കേണ്ടത് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം കടയിലും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നേരെ അങ്ങ് വീട്ടിലോട്ട് പോവാം, വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കാം എന്നും പറഞ്ഞ ഇക്കായി നേരെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ. കാരണം നീ കടയിലൊക്കെ കയറി കുറേ സമയം അവിടെയും പോവും. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.